മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാരിന്റെ ഉത്തരവ്. ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് ഉത്തരവ്. പൂർണ്ണമായും ആലപിക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, വന്ദേമാതരം ബില്ല് പാർലമെന്റ് കടന്നു, പാർലമെന്റിൽ പാസ്സായി, അതിന് പിന്നാലെ അത് നിയമമാവുകയും ചെയ്തിരിക്കുന്നു. ഇതോടെയാണോ ചീഫ് സെക്രട്ടറി ഉത്തരവിറങ്ങിയത്? തീർച്ചയായും ദിവ്യ, അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് 9 മുതൽ 17 വരെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പരിപാടികളിലെല്ലാം വന്ദേമാതരം നിർബന്ധമാക്കിയുള്ള ഒരു ഉത്തരവ് അത് ചീഫ് സെക്രട്ടറി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്കൂളുകളിലും ഒപ്പം തന്നെ മറ്റ് പരിപാടികളിലും എല്ലാം വന്ദേമാതരം അത് പൂർണ്ണമായും ആലപിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമായി വന്ദേമാതരം പൂർണ്ണമായും ആലോപിച്ചതിൽ അതിൽ വലിയ തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയും പിന്നീട് നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഘട്ടത്തിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ആ നടപടികൾ അന്ന് വന്ദേമാതരം അത് പൂർണ്ണമായും ആലപിച്ചിരുന്നില്ല. അതിന് പകരം അത് പകുതിയായി സാധാരണ നിലയിൽ മുമ്പൊക്കെ ആലപിക്കുന്ന പോലെ അത്രമാത്രമാണ് ആലപിച്ചിരുന്നത്. അത് ശരിയായ രീതിയാണ് എന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും RSSന്റെയും ഒക്കെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും ഒക്കെ നിലപാട്. അങ്ങനെയുള്ള അതുകൊണ്ടാണ് പൂർണ്ണമായും ആലപിക്കാനുള്ള തീരുമാനം. ഗവർണർ രാജ്ഭവനിലെ പരിപാടികളിൽ പൂർണ്ണമായും ആലപിക്കും, ഒപ്പം തന്നെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ പൂർണ്ണമായും ആലപിക്കണം എന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. അത് തുടരുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാനുള്ളൊരു തീരുമാനം, അതിന്റെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും ഒക്കെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ഇനി പൂർണ്ണമായും ആലപിക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ത് എന്നത് സ്വാഭാവികമായും ഒരു ചോദ്യമായി ഉയരുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം നേരത്തെ അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തന്നെ ഇതിനെതിരെയാണ്. കാരണം ഇതൊരു RSS അജണ്ടയാണ്. ദേശീയ ഗാനത്തിന് തുല്യമായ പരിരക്ഷ, സംരക്ഷണം വന്ദേമാതരം ഗാനത്തിനും നൽകുന്നതിനെതിരെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഇതുവരെയും. പക്ഷേ അത് പാർലമെന്റ് പാസ്സായി, അത് നിയമമായി. ഇതോടുകൂടി ഇത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സർക്കാരിന്. പക്ഷേ അപ്പോഴും അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാമല്ലോ ഇതിനെതിരാണ് എന്ന തരത്തിൽ. തീർച്ചയായും അത്തരത്തിലുള്ള പലതരത്തിലുള്ള നിയമങ്ങളും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിനെ നിശിതമായി എതിർക്കുകയും അത് തിരുത്തിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ NCERT പാഠപുസ്തകങ്ങളിൽ പലതരത്തിലുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഘട്ടത്തിൽ ബദൽ പാഠപുസ്തകങ്ങൾ ഇറക്കിയിരുന്നു സംസ്ഥാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അങ്ങനെയുള്ള ഒരു ബദൽ നയം സംസ്ഥാനം സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം ഇനി UDF സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിർബന്ധം പിടിക്കുകയാണ്. പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പരിപാടികളിൽ ദേശീയ ഗാനമായി വന്ദേമാതരം ആലപിക്കണം എന്നുള്ളൊരു നിർബന്ധം അത് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് നിലവിലിപ്പോൾ ചീഫ് സെക്രട്ടറിയും നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗമായി നയപരമായതും രാഷ്ട്രീയപരമായതുമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി അധിക ദിവസമില്ല, ഇന്ന് 8 ആയിരിക്കുന്നു. 9 മുതൽ 17 വരെ ആണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ വാരാഘോഷം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ ഈ വന്ദേമാതരം ആലപിക്കണം എന്നുള്ള നിർദ്ദേശമാണ് എന്തായാലും വന്നിട്ടുള്ളത്. അതിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് UDF സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി, നിലവിൽ വിജിൻ, ഇത് നടപ്പാക്കാതെ ഇരിക്കാൻ സർക്കാരിന് മുന്നിൽ ഏതൊക്കെ തരത്തിലുള്ള വഴികളുണ്ട്, പോംവഴികളുണ്ട് സർക്കാരിന് മുന്നിൽ? സ്വാഭാവികമായും പാർലമെന്റിൽ ഈ ബില്ല് പാസ്സായ ഘട്ടത്തിൽ അതൊരു നിയമമായി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ പാടാതെ മാറി നിന്നാൽ മറ്റു നടപടികളിലേക്ക് അസ്ഥിരപ്പെടുത്താനുള്ള സാഹചര്യമൊന്നും നിലവിലില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ സർക്കാരിന് പോകാൻ കഴിയും. അത് ചോദ്യം ചെയ്യാൻ ഇനി സാധ്യതയില്ല. കാരണം സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതൊരു നിയമമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ നിശ്ചിതമായ രാഷ്ട്രീയ എതിർപ്പുകൾ ഉയർത്തുന്നതാണ് ഈ വിഷയത്തിൽ പൂർണ്ണമായ വന്ദേമാതരം ആലപിക്കുക എന്ന കാര്യത്തിൽ. അതിൽ
ആണ് ഇനി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ ധിക്കരിച്ച് വേണമെങ്കിൽ അക്കാര്യത്തിൽ സർക്കാരിന് നയപരമായ ഒരു തീരുമാനം കൈക്കൊള്ളാം. ചീഫ് സെക്രട്ടറി എന്നുള്ളത് ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ അത് താഴേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയും സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒക്കെയാണ്. അവർ എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. എന്തായാലും നിയമത്തെ എതിർത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിലും പക്ഷേ ഒരു ഗാനം ആലപിക്കുന്നതാണ്, ദേശീയ ഗാനമായി വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതാണ് നിലവിൽ നിർബന്ധം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രം ആലപിക്കുകയും മറ്റ് എതിർപ്പുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഒരു ശക്തമായ ഒരു പ്രതിരോധം തീർക്കുന്ന രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചതിന് സമാനമായ രീതിയിൽ ഒരു ബദൽ തീരുമാനം കൈക്കൊള്ളുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.